NC ജംഷീർ അലി ഹുദവി, വേദിയിലും സദസ്സിലുമിരിക്കുന്ന നേതാക്കന്മാർ, എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന വലകെട്ടിലെ മുസ്ലിം ലീഗ് കാരണവന്മാർ, ഉമ്മമാരെ, മറ്റ് സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, അതിമനോഹരമായ രണ്ട് പ്രഭാഷണങ്ങൾ ഇവിടെ കഴിഞ്ഞുപോയി. ഉജ്ജ്വലമായ രണ്ട് പ്രഭാഷണങ്ങൾ, കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഈ സംഘടനയുടെ ആദർശത്തെക്കുറിച്ച് ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക്, തെരുവുകളിൽ നിന്ന് തെരുവുകളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്ന രണ്ട് പ്രഭാഷണങ്ങൾ കടന്നുപോയി. ഈ വൈകിയ വേളയിൽ ഇനിയധികം സംസാരിക്കേണ്ടി വരുമെന്ന്, അതുചിതമാകുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്നെ ഈ പൊതു സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുന്ന സമയത്ത് വളരെ കൗതുകത്തോടു കൂടിയാണ് ഞാൻ ഈ ക്ഷണം സ്വീകരിച്ചത്. കാരണം ഒരു ശാഖ യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ സമ്മേളനമാണ് നടക്കാൻ പോകുന്നത്. നിരവധി അതിഥികൾ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ഒരു ശാഖയുടെ പരിധിയിൽ നിന്ന് അത്രമേൽ പ്രൗഢമായ, അത്രമേൽ പ്രഗത്ഭമതികളായ നേതാക്കന്മാർക്ക് സംസാരിക്കുവാൻ മാത്രം തക്ക ദൈർഘ്യമുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുവാൻ സാധിക്കുമോ? അല്ലെങ്കിൽ ആ പരിപാടിക്ക് അത്രമേൽ പ്രൗഢമായ ഒരു സദസ്സിനെ പങ്കെടുപ്പിക്കുവാൻ വേണ്ടി സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ആശങ്കകളുണ്ടായിരുന്നു. പക്ഷേ ആ ആശങ്കയെ അസ്ഥാനത്താക്കിയ അതിമനോഹരമായ ഉജ്ജ്വലമായ സദസ്സാണ് എൻ്റെ മുൻപിലിരിക്കുന്നത്. വലകെട്ട് ശാഖ ഒരു ശാഖാ കമ്മിറ്റിയല്ല, അതിനുമപ്പുറത്തുള്ള ഒരു വലിയ സംഘടനാ സംവിധാനത്തിൻ്റെ സുഭദ്രതയാണ് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. പ്രിയമുള്ളവരെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ കൃത്യവും വ്യക്തവുമായ ഒരുപാട് വിഷയാവതരണങ്ങൾ കഴിഞ്ഞുപോയ സ്ഥിതിക്ക് കൂടുതലായി സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് പുതിയ കാലത്തെക്കുറിച്ച്, കാലമെന്ന് പറയുന്ന ഈ മഹാപ്രവാഹത്തെക്കുറിച്ച്, ഈ മഹാപ്രവാഹത്തിൽ ഒരു സംഘടന എന്നുള്ള നിലക്ക് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട, കാണിക്കേണ്ട ജാഗ്രതയെക്കുറിച്ച് മാത്രം കുറഞ്ഞ വാക്കുകളിൽ സംസാരിച്ചുകൊണ്ട് അവസാനിപ്പിക്കാനാണ് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്. अपने किरदार पे ढाल के पर्दा इकबाल, हर शख्स कह रहा है जमाना खराब है. ഇക്ബാലിൻ്റെ വരികളാണ്. മനുഷ്യർ അവരവരുടെ പങ്കിനെക്കുറിച്ച് വിസ്മരിച്ചുകൊണ്ട്, അവരുടെ ഉത്തരവാദിത്വത്തെ മറന്നുകൊണ്ട് കാലത്തെ പഠിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. കാലത്തോട് സംവദിക്കുക എന്നുള്ളത്, കാലത്തെ സംവേദനക്ഷമമാക്കുക എന്നുള്ളത്, സമൂഹത്തിൽ ഇടപെടുക എന്നുള്ളത് ഒരു സംഘടനയുടെ, പൊതുപ്രവർത്തകന്റെ ഉത്തരവാദിത്തമാണ്. കാലത്തിനനുസരിച്ച് നവീകരണങ്ങൾ സാധ്യമല്ലാത്ത, നവീകരിക്കാൻ സാധ്യമല്ലാത്ത ഒരു സംഘടനയും അതിജീവിച്ച ചരിത്രം നമ്മൾക്ക് കാണാൻ സാധിക്കുകയില്ല. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം കാലത്തെ അതിജയിച്ച പ്രസ്ഥാനമാണ്. അതിന് കാരണമെന്ന് പറയുന്നത് എല്ലാ കാലത്തും കാലഘട്ടങ്ങളോട്, തലമുറകളോട് സംവദിക്കാൻ
മുസ്ലിം ലീഗ് തയ്യാറായിരുന്നു എന്നുള്ളതാണ്. പുതിയ കാലത്തെക്കുറിച്ച് ആശങ്കകളുടെ സമയമാണ്. നമ്മുടെ പ്രഭാഷണങ്ങളിൽ, നമ്മുടെ സംസാരങ്ങളിൽ, നമ്മുടെ സാമൂഹികമായ ചുറ്റുപാടുകളിൽ ആശങ്കകൾ സ്ഫുരിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ സമയത്ത് ഇതിനേക്കാൾ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു സമയം നമ്മൾക്ക് മുൻപേ കടന്നുപോയിട്ടുണ്ടോ എന്നുള്ള ഉറച്ച ആത്മവിശ്വാസം, അതിനെയും നമ്മൾ കടന്നുപോയിട്ടുണ്ട് എന്നുള്ള ആത്മവിശ്വാസം നമ്മളെ മുൻപോട്ട് നയിക്കേണ്ടതുണ്ട്. ഇസ്ലാമോഫോബിയ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. രാഷ്ട്രീയ നേതാക്കന്മാരുടെ സംസാരങ്ങളിൽ, രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലുകളിൽ, വാർത്താ മാധ്യമങ്ങളിൽ, സമൂഹ മാധ്യമങ്ങളിൽ മുസ്ലിം അപരവൽക്കരണം യഥേഷ്ടം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. മുസ്ലിം എന്ന് പറയുന്നത്, ആ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നത്, മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെടുന്നത് എന്തോ ഒരു വലിയ അപരാധമാണ് എന്ന് പുതിയ കാലത്ത് ആരോ ചിലർ പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വിശ്വാസത്തിന്റെ പേരിൽ, വസ്ത്രത്തിന്റെ പേരിൽ, സ്വന്തം പേര് കേട്ടാൽ ക്രൂരമായി ചില വിഭാഗങ്ങൾ കൊല ചെയ്യപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതിയാണ് ഇന്ത്യ സ്വതന്ത്രമാകുന്നത്. ഇന്ത്യ സ്വതന്ത്രമാകുന്നതോടൊപ്പം തന്നെ ഒരു രാജ്യം കൂടി പിറന്നു വീഴുകയാണ്, പാകിസ്ഥാൻ. ആ ഇന്ത്യ വിഭജനത്തിന്റെ പാപഭാരം മുഴുവൻ ഏറ്റുവാങ്ങപ്പെട്ട ഒരു സമുദായം, ആ വിഭജനത്തിന്റെ പാപഭാരം മുഴുവൻ തലയിൽ ഏൽപ്പിക്കപ്പെട്ട ഒരു സംഘടന 947 പകലുകളിൽ രാജ്യം മുഴുവൻ രക്തച്ചൊരിച്ചിലുകളിലേക്ക് നീങ്ങിയപ്പോ, മുസ്ലിങ്ങൾക്കെതിരെ അക്രമങ്ങൾ അരങ്ങേറിയപ്പോ, മുസ്ലിം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലേക്ക് പോകേണ്ടവനാണ് എന്ന് ഇവിടെ ചിലർ പ്രഖ്യാപിച്ചപ്പോ, ആ സമയത്ത് എനിക്ക് എന്റെ വിശ്വാസം മുറുകെ പിടിച്ച് ഈ രാജ്യത്ത് ജീവിക്കാൻ ഒരവസരം ഉണ്ടാകണം, അതിനൊരു സംഘടന ഉണ്ടാകണമെന്ന് പ്രഖ്യാപിച്ചു മഹാനായ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ബീജാവാപം നൽകിയ ഒരു സംഘടന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. 1947 കറാച്ചിയിൽ സമ്മേളനം നടന്നു, കൽക്കത്തയിൽ സമ്മേളനം നടന്നു. സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ ഈ സംഘടന ഇനിയും തുടരണമോ എന്നുള്ള ചർച്ചകൾ ഉണ്ടായി. ഇസ്മായിൽ സാഹിബിനെ അതിന്റെ ചുമതല ഏൽപ്പിക്കപ്പെട്ടു. 1948 രാപ്പകലുകളിൽ ഈ സംഘടന ഇന്ത്യയിൽ തുടരണമോ എന്നുള്ളത് തീരുമാനിക്കാൻ മദിരാശിയിൽ യോഗം ചേരാനിരിക്കുകയാണ്. ആളുകൾക്ക് വേണ്ടി തിരഞ്ഞു, പൊതുയോഗം നടത്താൻ, ഇൻഡോർ യോഗങ്ങൾ നടത്താൻ ഏതെങ്കിലും ഒരു കൊച്ചു ഹാളിന് വേണ്ടി ബഹുമാനനായ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ നേതൃത്വത്തിൽ ആളുകൾക്ക് വേണ്ടി തിരച്ചിൽ ആരംഭിച്ചു. ആരും ഒരു ചെറിയ ഹോൾ പോലും നൽകാൻ തയ്യാറായില്ല. കാരണം എന്താണ്? ഇന്ത്യ വിഭജനത്തിന്റെ പാപഭാരം തലയിൽ ഏൽപ്പിക്കപ്പെട്ട ഒരു സംഘടന, ഇന്ത്യയുടെ വിഭജനത്തിന്റെ പാപഭാരം ചുമലിൽ ഏൽപ്പിക്കപ്പെട്ട ഒരു സമുദായം. ആ സമുദായത്തിന് ഒരു യോഗം ചേരാൻ, ആ സംഘടനക്ക് ഒരു യോഗം ചേരാൻ എന്തിനാണ് ഞങ്ങൾ ഒരു ഹാൾ നൽകുന്നത്? ആ ഹാൾ നൽകി ഞങ്ങൾ എന്തിനാണ് യുഗപ്രഭാവനായ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ദേഷ്യം പിടിച്ചു പറ്റുന്നത്? ആഭ്യന്തരമന്ത്രി, ഇന്ത്യയുടെ ഒരു മനുഷ്യനായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ അപ്രീതിക്ക് ഞങ്ങൾ എന്തിന് കാരണമാകണമെന്ന് പേടിച്ചു ഹാളുകൾ നൽകാൻ ചിലർ വിസമ്മതിച്ചപ്പോ അവസാനം മദിരാശിയിലെ ബാങ്കറ്റ് ഹാളിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ യോഗം ചേരുകയും ഈ സംഘടനയെ സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ നിലനിർത്താൻ വേണ്ടി ഈ പാർട്ടിയുടെ നേതാക്കന്മാർ തീരുമാനിക്കുകയും ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഏറെ പതിറ്റാണ്ടിനു ശേഷം ഹാളുകൾ വിട്ടു നൽകാൻ വിസമ്മതിച്ച അതേ മദിരാശി പട്ടണത്തിൽ, ആ മദിരാശി പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ഒരു ഹാളിനും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം 10,000 അണിനിരത്തിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പൊളിറ്റിക്കൽ മാജിക്കിന്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് അഭിമാനത്തോടു കൂടി ഈ പുതിയ കാലത്ത് നമ്മൾക്ക് പറയാൻ സാധിക്കേണ്ടതുണ്ട്. അത്രമേൽ ആത്മവിശ്വാസത്തോടു കൂടി, അത്രമേൽ അചഞ്ചലമായി ഈ സംഘടന പോയ കാലം 7 പതിറ്റാണ്ട് പിന്നിട്ടു. വിളിച്ച മുദ്രാവാക്യങ്ങളിൽ മാറ്റമില്ലാതെ, പിടിച്ച പതാകയിൽ മാറ്റമില്ലാതെ, വിശ്വസിച്ച ആദർശത്തിൽ കടുകിട വ്യത്യാസമില്ലാതെ ഈ സംഘടന മുന്നോട്ട് പോയി. ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് സംഘടനകൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പകർച്ച കാണാൻ ഒരുപാട് പേർ ആഗ്രഹിച്ച് കണ്ണ് തുറന്ന് കാത്തിരുന്നിട്ടുണ്ട്. അവരൊക്കെ രാഷ്ട്രീയ ശ്മശാന ഭൂമികയിലെ മീസാൻ കല്ലിന്റെ അടിയിലേക്ക് തകർന്നു പോയപ്പോ ഇന്നും
ചന്ദ്രശോഭയോടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ജ്വലിച്ചു നിൽക്കുകയാണ്. എന്താണ് കാരണം? എന്താണ് കാരണം? ഈ സംഘടനയെ പടുത്തുയർത്തിയ നേതാക്കന്മാർ, അവരുടെ നേതൃത്വം, അവരുടെ കാഴ്ചപ്പാട്, ഈ സംഘടന ഉയരപ്പിടിച്ച പതാക, നമ്മൾ മുറുക്കെ പിടിച്ച ഈ പതാക, നമ്മൾ വിളിച്ചു പറഞ്ഞ ഈ ആദർശം, ഈ ആദർശത്തിന്റെ ദൃഢതയിലാണ്, ഈ ആദർശത്തിന്റെ വെള്ളി വെളിച്ചത്തിലാണ് നമ്മൾ മുൻപോട്ട് നടന്നു നീങ്ങിയത്. സൂഫി വര്യന്മാരായ നേതാക്കന്മാർ, ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ പോലെയുള്ള, കെഎം സിദി സാഹിബിനെ പോലെയുള്ള, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെ പോലെയുള്ള നേതാക്കന്മാർ, ബി ബക്കർ സാഹിബിനെ പോലെയുള്ള നേതാക്കന്മാർ ഖായിദെ മില്ലത്തിനെ കുറിച്ച് നമ്മളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ജീവിതത്തിൽ ഇത്രമേൽ സൂക്ഷ്മത കാണിച്ച ഒരു മനുഷ്യൻ നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സ്വന്തം വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകാൻ ഒരു റെയിൽവേ ലെവൽ ക്രോസ് പോലും മുറിച്ചു കടക്കാൻ മടിച്ച, ഞാനൊരു നിയമനിർമ്മാണ സഭയിലെ അംഗമായിരിക്കുമ്പോ നിയമലംഘനത്തിന് ഞാൻ എങ്ങനെ നിൽക്കുമെന്ന് ആശങ്കയോടുകൂടി കണ്ടിരുന്ന ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, നേരത്തെ പ്രിയപ്പെട്ട സുഹൃത്ത് അഡ്വക്കേറ്റ് കെഎം സിദി സാഹിബിനെ കുറിച്ച് പറയുകയുണ്ടായി. ആരായിരുന്നു കെഎം സിദി സാഹിബ്? നേതാക്കന്മാരുടെ നേതാവ്, ഈ സംഘടനയെ പടുത്തുയർത്തിയ നേതാവ്, ഈ സംഘടനയുടെ ദൈക്ഷണികമായ അടിത്തറ പാകിയ നേതാവ്, MSF ഉണ്ടാക്കിയ ഞങ്ങളുടെ നേതാവ്, സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ നൽകിയ നേതാവ്, അസംഖ്യം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ സംഘടനയ്ക്ക് വേണ്ടി പടുത്തുയർത്തിയ നേതാവ്. നേരത്തെ സൂചിപ്പിച്ചു, ഞാൻ പഠിച്ച ക്യാമ്പസ് ഫാറൂഖ് കോളേജ് 1817ലാണ് കോട്ടയത്ത് CMS കോളേജ്, കേരളത്തിലെ ആദ്യത്തെ ഫസ്റ്റ് ഗ്രേഡ് കോളേജ് സ്ഥാപിതമാകുന്നത്. പിന്നെയും 130 വർഷം കഴിഞ്ഞിട്ടാണ് മലബാറിലെ മാപ്പിളമാരുടെ മക്കൾക്ക്, സാധാരണക്കാരന്റെ മക്കൾക്ക് പഠിക്കാൻ 948 കോഴിക്കോട്ട് ഒരു ഫാറൂഖ് കോളേജ് ഉണ്ടാകുന്നത്. മലബാറിലെ ആദ്യത്തെ ഫസ്റ്റ് ഗ്രേഡ് കോളേജ്, ഒരു കോളേജ് ഉണ്ടാകുമ്പോ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് പ്രസ്ഥാനം, അതിന്റെ നേതാക്കന്മാർ ഈ കാണുന്ന പൊതുയോഗങ്ങളിൽ ഫാറൂഖ് കോളേജ് എന്ന് പറയുന്ന സ്ഥാപനത്തെ കുറിച്ച് വാദോരാതെ പ്രസംഗിക്കുന്നത് എന്ന് പലരും ചോദിച്ചു കേട്ടിട്ടുണ്ട്. ഇന്ന് കാണുന്നത് പോലെ നഗരങ്ങളിൽ തോറും ക്യാമ്പസുകൾ ഉണ്ടായിരുന്നില്ല. കോഴിക്കോട് ജില്ലയിൽ മാത്രം ഇന്ന് 100-ലധികം അഫിലിയേറ്റഡ് കോളേജുകൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുണ്ട്. പക്ഷേ മലബാറിൽ ആദ്യമായ ഒരു ക്യാമ്പസ് പിറവികൊള്ളുകയാണ്. ഈ നാട്ടിലെ സാധാരണക്കാരന്റെ മക്കൾക്ക് പഠിക്കാൻ ഒരു ക്യാമ്പസ് ഉണ്ടാവുകയാണ്. ആ ക്യാമ്പസ് വെറുതെ ഉണ്ടായതല്ല. ആ ക്യാമ്പസ് ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോ പൊട്ടി വീണതല്ല. മറിച്ച് ആ ക്യാമ്പസിന്റെ അസ്ഥിവാരം ഇട്ടത് തൊട്ട് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരുടെ പങ്ക് ചരിത്രമെടുത്ത് പരിശോധിക്ക്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ക്യാമ്പസിന് ഒരു തുണ്ട് ഭൂമി ഇല്ലാതിരുന്നപ്പോ ആ ഭൂമി നൽകിയ പുളിയാളി അബ്ദുള്ളക്കുട്ടി ഹാജി മുതൽ അതിനുവേണ്ടി തന്റെ ഭൂമി ദാനം ചെയ്ത ഒരുപാട് പേർ, തന്റെ കയ്യിലുണ്ടായിരുന്ന മുസ്ലിം ഐക്യ സംഘത്തിന്റെ, ലജ്നത്തുൽ ഹമദാനിയ സംഘത്തിന്റെ ഭൂമി വിറ്റ് ആ പ്രസ്ഥാനത്തിന് വേണ്ടി നൽകിയ അഡ്വക്കേറ്റ് കെഎം സിദി സാഹിബ്, തന്റെ കുടുംബ സ്വത്ത് വിറ്റ് ആ പ്രസ്ഥാനത്തിന് വേണ്ടി നൽകിയ കെഎം സിദി സാഹിബ് അവസാനം മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ഫാറൂഖ് കോളേജിന്റെ സംസ്ഥാപനത്തിന് 1 ലക്ഷം കെട്ടിവെക്കാനില്ലാതിരുന്ന സമയത്ത് മുസ്ലിം ലീഗ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് തുകയായ 25,000 രൂപയും കാറ് വിറ്റ് കിട്ടിയ പൈസയും കെഎം സിദി സാഹിബ് നൽകി. തീർന്നില്ല. വീണ്ടും തുക തികയാതെ വന്നപ്പോ അഡ്വക്കേറ്റ് MB ഹൈദ്രോസ് വക്കീല്, മുസ്ലിം ലീഗിന്റെ മദ്രാശി നിയമസഭയിലെ അംഗമായിരുന്ന MB ഹൈദ്രോസ് വക്കീല് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മേശപ്പുറത്തേക്ക് തന്റെ വീടിന്റെ ആധാരം വെച്ച് പറഞ്ഞു, ഈ വീടിന്റെ ആധാരം പണയത്തിലാക്കിയിട്ടാണെങ്കിലും വിറ്റിട്ടാണെങ്കിലും ഫാറൂഖ് കോളേജ് ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ മുൻപിൽ ഒരുപാട് സഹോദരിമാരിയ്ക്കുന്നുണ്ട്, ഉമ്മമാരിയ്ക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, 948 ഫാറൂഖ് കോളേജ് ഉണ്ടാകുമ്പോ പിന്നെയും 8 വർഷം കഴിഞ്ഞിട്ടാണ് ഫാറൂഖ് കോളേജിൽ ആദ്യമായി ഒരു പെൺകുട്ടി കാലെടുത്ത് വെക്കുന്നത്. വെറുതെ ഉണ്ടായതല്ല. ബഹുമാനപ്പെട്ട PMSA പൂക്കോയ തങ്ങൾ, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, അവർ പോകുന്ന പൊതുയോഗങ്ങളിൽ, വീടുകളിൽ നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ പെൺകുട്ടികളെ നിങ്ങൾ ഈ ക്യാമ്പസിലേക്ക് പറഞ്ഞയക്കണമേ എന്ന് പറഞ്ഞ് നിരന്തരമായി അതിനു പിറകിൽ പരിശ്രമിച്ച എന്റെ നേതാക്കന്മാർ. പ്രിയമുള്ളവരെ, നേരത്തെ ജംഷീർ അലി പറയുകയുണ്ടായി, നിരന്തരമായി ഒരു പുതിയ കാലത്തിന്റെ ആഘോഷങ്ങൾക്കിടയിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിക്ക് തീവ്രത പോരാ, MSFന്റെ കൊടിക്ക് ആവേശം പോരാ എന്ന് പറയുന്നവരുണ്ട്. സിനിമകളിലൂടെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ ആശയത്തെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ സമയത്ത് നമ്മൾക്ക് ചൂണ്ടിക്കാണിക്കാൻ
ചൂണ്ടിക്കാണിക്കാൻ വെള്ളിത്തിരയിലെ വെള്ളിത്തിളങ്ങുന്ന നായകന്മാരുണ്ടായേക്കില്ല. നമ്മൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സിനിമകൾ ഉണ്ടായേക്കില്ല. നമ്മൾക്ക് ചൂണ്ടിക്കാണിക്കാൻ വിപ്ലവ ഗാനങ്ങൾ ഉണ്ടായേക്കില്ല. പക്ഷേ മലപ്പുറത്തെ പുൽപ്പറ്റയിലെ ഒരു പാവം മുസ്ലിയാരുടെ മകൾ മറിയം ജുമാന എന്ന് പറയുന്ന പെൺകുട്ടി ആകാശത്തിന്റെ അതിരുകളിലേക്ക്, നീലാകാശത്തിന്റെ അതിരുകളിലേക്ക് വിമാനം പറത്തിയതിനു ശേഷം ഈ കാണുന്ന വാർത്താ മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് ആ പാവപ്പെട്ട മതപണ്ഡിതൻ അദ്ദേഹത്തിന്റെ പ്രിയതമ കണ്ണു നിറച്ചുകൊണ്ട് തങ്ങളുടെ മകളുടെ അഭിമാനകരമായ നേട്ടത്തെ കുറിച്ച് പറയുന്ന സമയത്ത് അവരുടെ കണ്ണുനീര് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയണം, അത് ഞങ്ങളുടെ മഹാനായ KM സിദ്ദീഖ് സാഹിബിന്റെയും CHന്റെയും വിയർപ്പുതുള്ളികളുടെ ബാക്കിപത്രമാണ് എന്ന്. അത്രമേൽ അഭിമാനകരമായ ഒരു ചരിത്രത്തെ കുറിച്ച് പറയാൻ സാധിക്കുന്ന ഒരു സംഘടന ബി പോക്കർ സാഹിബ്. ആരായിരുന്നു ബി പോക്കർ സാഹിബ്? മലബാറിൽ ആദ്യ ഉണ്ടായിരുന്ന 5 ബിരുദധാരികളിൽ ഒരാൾ. ഇന്ന് ഒരങ്ങാടിയിൽ വലകെട്ട് പോലെയുള്ള ഒരു പ്രദേശത്ത് ബിരുദം പൂർത്തീകരിച്ച എത്ര പേരുണ്ടാകും? 100 കണക്കിന് പേരുടെ ലിസ്റ്റ് നമ്മൾ കാണാൻ സാധിക്കും. പക്ഷേ മലബാറിൽ 5 പേരാണ് ബിരുദം പൂർത്തിയാക്കിയിരുന്നത്. അതിൽ ഒരാൾ. മലബാറിൽ ആകെ ഉണ്ടായിരുന്നത് 2 അഭിഭാഷകരാണ്. എല്ലാ അങ്ങാടികളിലും അഭിഭാഷകരുടെ ബോർഡുകൾ കാണുന്ന ഒരു കാലഘട്ടമാണ്. മലബാറിൽ ഉണ്ടായിരുന്ന 2 അഭിഭാഷകരിൽ ഒരാൾ വടേക്കണ്ടി പോക്കർ സാഹിബ്. ഇന്ത്യയുടെ യുഗപ്രഭാവനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പാർലമെന്റിന് നേതൃത്വം നൽകുന്ന കാലത്ത് ശരീഅത്തിന് വിരുദ്ധമായ സ്പെഷ്യൽ മാരേജ് ആക്ട് കൊണ്ടുവന്ന സമയത്ത് പാർലമെന്റ് മുഴുവൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രസംഗിക്കാൻ എഴുന്നേറ്റാൽ നിശബ്ദമാകും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊണ്ടുവരുന്ന ബില്ലുകൾ മറുത്തൊരക്ഷരം ആരും പറയാതെ പാസാക്കി പോകുന്ന കാലത്ത് ശരീഅത്തിനെതിരെ ഒരു ബില്ല് വന്നപ്പോ അതിനോട് നോ നോ ഐ ഡിസഗ്രി എന്ന് പറഞ്ഞ് ഉറക്കെ വിളിച്ചു പറഞ്ഞ ഈ രാജ്യത്തിന്റെ മുസൽമാന്റെ ശബ്ദം ഈ പാർലമെന്റിൽ അചഞ്ചലമായി കേൾപ്പിച്ച ബി പോക്കർ സാഹിബ്. നേതാക്കന്മാരുടെ നിര ഒരുപാടുണ്ട്. ഏറ്റവും അവസാനം ഇങ്ങോട്ടെത്തിയാൽ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ഏത് കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു സംഘടനയ്ക്ക് വേണ്ടത് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, അടിപതറാത്ത നിലപാടുകളാണ്, ദീർഘദർശിത്വമാണ്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന സമയത്ത് ഈ ലോകൈകരായിട്ടുള്ള എല്ലാ മനുഷ്യരും പറയുന്ന ഒരു കാര്യമുണ്ട്. ബാബരി മസ്ജിദ് 992 ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ തകർന്നു വീണപ്പോ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഒരു നിലപാടെടുത്തു. എന്തായിരുന്നു ആ നിലപാട്? 1000 പള്ളികൾ തകരട്ടെ, 1000 പള്ളികൾ തകർന്നാലും ഇവിടെ ഒരു അമ്പലത്തിന്റെ ഓട് പോലും ഇളകരുത് എന്ന് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. അന്ന് വൈകാരികമായ തീവ്രതയുടെ പാരമ്യത്തിൽ നിൽക്കുന്ന മുസ്ലിം സമുദായത്തിന്റെ ഒഴുക്കിനൊപ്പം നിന്നുകൊണ്ട് വോട്ട് രാഷ്ട്രീയത്തിന്റെ നേട്ടങ്ങളെ കുറിച്ച് കണ്ണുനട്ട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബിന് മറിച്ചൊരു നിലപാടെടുക്കാമായിരുന്നു. എടുത്തില്ല. കാരണം എന്താണ്? എല്ലാ കാലത്തും ഈ സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, ഈ രാഷ്ട്രത്തിന്റെ കെട്ടുറപ്പിന് വേണ്ടി പോരാടിയ സംഘടനയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. പുതിയ കാലത്താണല്ലോ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ കാലത്ത് പാർലമെന്ററി രാഷ്ട്രീയത്തിന്റെ വ്യാമോഹങ്ങൾക്ക് മേൽ ഈ നാടെന്തുമായിക്കൊള്ളട്ടെ, ഈ നാടിനെന്തും സംഭവിച്ചു കൊള്ളട്ടെ, ഈ നാടിന്റെ മതസൗഹാർദ്ദത്തിന്, ഈ നാടിന്റെ ജനാധിപത്യത്തിന്, ഈ നാടിന്റെ നന്മക്ക്, നീതിക്ക് എന്ത് പോറലേറ്റാലും എനിക്ക് എന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്, ഞാൻ പ്രതിനിധീകരിക്കുന്ന സംഘടനക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാകണമെന്ന് വിചാരിക്കുന്ന ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരുമുള്ള കാലമാണല്ലോ. ഈ നാട്ടിലല്ലേ, കുറ്റ്യാടിയിലല്ലേ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മൾക്ക് മറക്കാനാകുമോ? കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് എവിടെയാണ്? വടകരയിൽ ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ അരങ്ങൊരുങ്ങിയ സമയത്ത്, എല്ലാവരും ആ പ്രചരണത്തിന് ചൂടിൽ മുഴുകിയ സമയത്ത് MSFന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പ്രിയപ്പെട്ട കാസിമിന്റെ പേരിൽ ഒരു വ്യാജ സ്ക്രീൻഷോട്ട് പടച്ചുവിട്ടു. ആ സ്ക്രീൻഷോട്ട് എന്തായിരുന്നു? നമ്മളൊക്കെ കണ്ടതല്ലേ, വിവാദമായതല്ലേ, ചർച്ചയായതല്ലേ? എന്തായിരുന്നു ആ സ്ക്രീൻഷോട്ട്? ഇവിടെ മത്സരിക്കുന്നത് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന 5 നേരവും നിസ്കരിക്കുന്ന ഒരു മുസ്ലിമാണ്. ഷാഫിക്കെതിരെ മത്സരിക്കുന്നത് കാഫിറായ KK ശൈലജയാണ്. ഇങ്ങനെയാണ് പ്രചരിച്ച സ്ക്രീൻഷോട്ടിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. മുസ്ലിം ലീഗ് പാർട്ടി നേതാക്കന്മാർ ആ പോരാട്ടം ഏറ്റെടുത്തില്ലേ? ആ സ്ക്രീൻഷോട്ട് പുറത്തു വന്ന ഉടൻ പാറക്കൽ അബ്ദുള്ള എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ കാസിമിനെ വലതുവശത്തിരുത്തി വാർത്താ സമ്മേളനം നടത്തി. കോഴിക്കോട് റൂറൽ SP പരാതി നൽകി.
മുസ്ലിം ലീഗ് പാർട്ടിക്ക്, ഐക്യജനാധിപത്യ മുന്നണിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്ന് ഇവിടത്തെ ഈ നാട്ടിലെ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇടതുപക്ഷം കരുതിയത് എല്ലാ കാലത്തെയും പോലെ, എല്ലാ സമയത്തെയും പോലെ അവരിറക്കിയ വർഗീയ കാർഡ് തിരഞ്ഞെടുപ്പിന്റെ ചൂടിന് ശേഷം അങ്ങലിഞ്ഞില്ലാതാകുമെന്നാണ്. പക്ഷേ ഇവിടത്തെ CPM-കാരന് തെറ്റി. കളിച്ച പാർട്ടി മാറിപ്പോയി. വിടാതെ പിന്തുടർന്നു പ്രിയപ്പെട്ട നേതൃത്വം, വിടാതെ പിന്തുടർന്നു ഈ സംഘടന. അവസാനം വടകര ബ്ലോക്ക് DYFIയുടെ പ്രസിഡന്റ് റിവേഷ് രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള CPM-ന്റെ നേതാക്കന്മാർ ഇതിന് പിന്നിലുണ്ടായിരുന്നു എന്ന് കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയുന്ന കാലത്ത് നമ്മൾ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, കാഫിർ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്ന വ്യാജ പ്രചരണത്തെ നമ്മൾ ലാഘവത്തോടു കൂടി കണ്ടിരുന്നെങ്കിൽ ഈ നാടിന്റെ മതേതര പാരമ്പര്യത്തിന് എത്രമേൽ വലിയ കളങ്കമായിരുന്നു ആ സംഭവം, ആ പ്രചരണം ബാധിക്കുക എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. കാഫിർ സ്ക്രീൻഷോട്ട് അങ്ങ് വൈറലായിരിക്കുന്ന സമയമാണ്. അല്ലെങ്കിൽ കാഫിർ സ്ക്രീൻഷോട്ടിൽ DYFI നേതാക്കന്മാർ പിടിക്കപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞ സമയത്താണ്, CPM-കാരൻ പ്രതിരോധത്തിലായ സമയത്താണ് മറ്റൊരടവുമായി വന്നത്. നമ്മൾ കണ്ടതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടു. കേരളത്തിലെ സിനിമാ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിരന്തരമായ പ്രശ്നങ്ങളുടെ ഭാഗമായി സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി വെച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വർഷങ്ങൾക്ക് ശേഷം ആ റിപ്പോർട്ടിന്മേൽ അടയിരുന്ന് കാഫിർ സ്ക്രീൻഷോട്ടിൽ പിടിക്കപ്പെടുമെന്നായപ്പോ CPM പുറത്തുവിട്ടു. രക്ഷപ്പെടുന്നതിന് വേണ്ടി പുറത്തുവിട്ട റിപ്പോർട്ട് വേലിയിൽ നിന്ന് തോളിലെടുത്തു വെച്ച പാമ്പിനെ പോലെ CPM-നെ തിരിഞ്ഞുകുത്തി. ആദ്യമായ ആരോപണത്തിന്റെ നേരിലായത് ആരാണ്? മുകേഷ് എന്ന് പറയുന്ന CPM-ന്റെ കൊല്ലം MLA ആണ്. രണ്ടാമത്തെ ആളാരാണ്? മുൻ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിരുന്ന രഞ്ജിത്താണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹം പറയാറുണ്ട്, ഞാൻ 1976-77 ബാച്ച് SFI-കാരനാണ് എന്ന്. പൊതുവെ ഇടതുപക്ഷ സാംസ്കാരികതയുടെ ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടി പലരും അങ്ങനെ തട്ടിവിടാറുണ്ട്. എന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് SFI ആണ്, CPM ആണെന്നൊക്കെ. ഞങ്ങൾക്കതിൽ സംശയം ഉണ്ടായിരുന്നു. 1976-77 ബാച്ചിന്റെ ആവേശം രഞ്ജിത്ത് വിളിച്ചു പറഞ്ഞപ്പോ ഞങ്ങൾക്കതിൽ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ പുറത്തു വന്നത് ഒന്നാമതായി ആലുവയിലെ ഒരു സിനിമാ നടിയുടെ ആരോപണമാണ്. രണ്ടാമതായി പുറത്തു വന്നത് കോഴിക്കോട് മാങ്കാവിലെ ഒരു ചെറുപ്പക്കാരൻ്റെതാണ്. അതോടുകൂടി ഇയാൾ SFI ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയത്തിനും ഇടയുണ്ടായിരുന്നില്ല. സ്വാഭാവികമായും SFI-കാർ 2024-ന്റെ പകുതിയിൽ, ഈ 2024-ൽ ക്യാമ്പസുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തിന്റെ ഉദാരലൈംഗികതയുടെ ബാക്കിപത്രം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ജീർണതകളാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഈ നാടിന്റെ സാംസ്കാരിക തനിമയെ, മതേതര പാരമ്പര്യത്തെ എത്രമേൽ വികൃതമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടതല്ലേ കേരളത്തിൽ ആദ്യമായി ഭരണപക്ഷത്തിരുന്ന ഒരു MLA ഈ ലോക മനസാക്ഷിയുടെ മുമ്പിൽ വന്ന് വിളിച്ചു പറയുകയാണ്. എന്താണ് പറഞ്ഞത്? മലപ്പുറം എന്ന് പറയുന്ന ജില്ലയുടെ പേരിൽ കേസുകൾ വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. മലപ്പുറത്ത് ചെറുപ്പക്കാരുടെ മേൽ വ്യാജമായി കേസുകൾ അടിച്ചേൽപ്പിക്കുന്നു. PV അൻവർ MLA ആണ് പറഞ്ഞത്. തെളിവുകൾ പുറത്തു വന്നു. മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉയർത്തിയ ആരോപണമാണ്. അന്ന് ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ ആരോപണമായി കണ്ട് പൊതുസമൂഹം അതിനെ ഗൗനിക്കാതെ പോയി. PV അൻവർ MLA ആരോപണത്തെക്കുറിച്ച് കൃത്യമായി അക്കമിട്ട് നിരന്തരമായി വാർത്താ സമ്മേളനങ്ങൾ നടത്തി. 12,000 കേസുകളാണ് മലപ്പുറത്ത് SP ആയിരുന്ന സുജിത് കുമാർ ചാർജ് ഏറ്റെടുക്കുന്ന സമയത്തുണ്ടായിരുന്നത്. അദ്ദേഹം SP-യുടെ ചുമതലയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് 40,000-ത്തിലും മുകളിലാണ് മലപ്പുറത്തെ മുസ്ലിം ചെറുപ്പക്കാരുടെ മേൽ അടിച്ചേൽപ്പിച്ച കേസുകളുടെ എണ്ണം എന്ന് പറയുന്നത്. കാപ്പ ചുമത്താൻ റിപ്പോർട്ട് തയ്യാറാക്കിയത് 150-ലധികം പേർക്കെതിരെയാണ്. സുജിത് കുമാർ ചാർജ് ഏറ്റെടുക്കുന്ന സമയത്ത് കേവലം 10-ൽ താഴെ ആളുകളുടെ പേരിൽ മാത്രം കാപ്പ റിപ്പോർട്ട് ഉണ്ടായിരുന്ന സമയത്ത് 150-ൽ പരം ആളുകൾക്കെതിരെ
കാപ്പ ചുമത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. അത്ഭുതത്തോടു കൂടിയാണ് നമ്മൾ അതിനെ കണ്ടത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ആസൂത്രിതമായ ഒരു അജണ്ട ഒരു നാടിനെതിരെ, ഒരു മതന്യൂനപക്ഷ സമുദായത്തിനെതിരെ ഇത്തരത്തിൽ ഭരണകൂടം പ്രയോഗിക്കുമോ എന്ന് നമ്മൾ ആശങ്കയോടുകൂടി കണ്ടു. അതിന്റെ ബാക്കിപത്രമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹത്തിന് മര്യാദക്ക് മലയാളം പോലും എഴുതാനും വായിക്കാനും അറിയില്ല. നേരാവണ്ണം എഴുതി തയ്യാറാക്കിയതല്ലാത്തൊരു പ്രസംഗം അദ്ദേഹം കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പേ പ്രസംഗിച്ചതായി നമ്മൾക്കറിവില്ല. ഡൽഹിയിൽ ചെന്നു ഇംഗ്ലീഷ് പത്രത്തിന് അഭിമുഖം നൽകി PR പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ പറഞ്ഞതെന്താണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് മലപ്പുറത്താണ്. സ്വർണ്ണക്കടത്ത് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് മലപ്പുറത്താണ്. ആ മലപ്പുറത്ത് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേസുകളുടെ അല്ലെങ്കിൽ ആ കടത്തുന്ന സ്വർണം ഇന്ത്യയിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നാണ്. ഇങ്ങനെ ഒരു നാടിനെ ഒറ്റുകൊടുക്കാൻ, ഒരു നാടിനെ വഞ്ചിക്കാൻ, ഒരു നാടിനെ വർഗീയതയുടെ ചാപ്പുകുത്താൻ, ഒരു സമുദായത്തെ അപരവൽക്കരിക്കാൻ സംഘപരിവാരത്തിന്റെ അച്ചാരം വാങ്ങിയ ഒരു രാഷ്ട്രീയ പാർട്ടിയും നേതാവും കേരളത്തിൽ ബാക്കിയുണ്ടെങ്കിൽ അത് പിണറായി വിജയനും CPM-ഉമാണ്. പിണറായി വിജയനോട്, ഇടതുപക്ഷത്തോട് നാൾക്കുനാൾ ഈ നാട്ടിലെ മുസ്ലിം സമുദായത്തിനുമേൽ വർഗീയതയുടെ ചാപ്പുകുത്തുന്ന, ഈ നാട്ടിലെ മതന്യൂനപക്ഷങ്ങളെ അപരവൽക്കരിക്കാനുള്ള ശ്രമങ്ങളെ സ്പോൺസർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ ഭരണത്തോട് PV അൻവർ പറഞ്ഞത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. പിണറായി വിജയനല്ല, അദ്ദേഹത്തിന്റെ പിതാവ് മുണ്ടയിൽ കോരൻ വിചാരിച്ചാലും ഈ നാട്ടിലെ മുസ്ലിം സമുദായത്തെ വർഗീയതയുടെ ചാപ്പയടിച്ചു മാറ്റി നിർത്താമെന്ന് കരുതിയാൽ നിങ്ങൾക്ക് തെറ്റുപറ്റി എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രിയമുള്ളവരെ, ഈ നാടിനെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എല്ലാ കാലത്തും ഈ നാടിന്റെ പാരമ്പര്യത്തിനോടൊപ്പം ചേർന്ന് നിന്നിട്ടുണ്ട്. ഈ നാടിന്റെ മതനിരപേക്ഷതയോടൊപ്പം നമ്മൾ ചേർന്ന് നിന്നിട്ടുണ്ട്. ഇന്ത്യയുടെ ആമുഖം തുടങ്ങുന്നത് "We the people of India having solemnly resolved to constitute India into a sovereign socialist secular republic" എന്നാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തെ നമ്മൾ, ഒരു മഹത്തായ ഈ രാജ്യത്തെ മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് പരമാധികാര റിപ്പബ്ലിക്കായി വിഭാവനം ചെയ്യുന്നു എന്നാണ് ഇന്ത്യയുടെ ആമുഖത്തിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യയുടെ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾക്ക് മേൽ സംഘടിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എല്ലാ കാലത്തും ഈ നാടിന്റെ മതേതര പാരമ്പര്യത്തിന് കളങ്കമേൽക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ കടന്നു വരികയാണ്. അദ്ദേഹത്തെ വളരെ ബഹുമാനപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അങ്ങനെ ഈ നാടിന്റെ മതേതര പാരമ്പര്യത്തിന് പോറലേൽക്കുന്ന സമയത്ത് എല്ലാ കാലത്തും മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി അതിനെ വിളക്കി ചേർക്കാൻ മുന്നിൽ നിന്നിട്ടുണ്ട്. ഏറ്റവും അവസാനമായി നമ്മൾ കണ്ടത് ഈ വയനാട് പാർലമെന്റ് മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പിന് ശേഷം വമിച്ച ഏറ്റവും വലിയ വർഗീയ വിഷം വിജയരാഘവന്റെ പ്രസ്താവനയാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിച്ചത് മുസ്ലിം വർഗീയ ശക്തികളുടെ വോട്ടുകൾ കൊണ്ടാണ് എന്ന് വിളിച്ചു പറയുന്നത് ഈ നാട്ടിലെ BJP-യുടെ പ്രസിഡന്റ് അല്ല, മറിച്ച് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ നാടിനെ കുറിച്ച്, കേരളത്തെ കുറിച്ച്, മലയാള മണ്ണിനെ കുറിച്ച്, മുസ്ലിം സമുദായത്തിനെതിരെ പ്രയോഗിക്കാൻ ആവശ്യമായ എല്ലാ അമ്പുകളും നൽകുന്നത് ഈ നാട്ടിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അന്നേ മുസ്ലിം ലീഗ് പറഞ്ഞു, നിങ്ങൾ നൽകുന്നത് ഇവിടുത്തെ സംഘപരിവാരത്തിന് ഉപയോഗിക്കാനുള്ള ആയുധമാണ്. ദിവസങ്ങൾ കഴിഞ്ഞല്ലോ, മഹാരാഷ്ട്രയിലെ BJP-യുടെ മന്ത്രിയായിരുന്ന നിതേഷ് റാണ വിളിച്ചു പറഞ്ഞില്ലേ, കേരളത്തെ മിനി പാകിസ്ഥാൻ എന്ന് BJP-യുടെ മന്ത്രിക്ക് വിളിക്കാൻ അവസരം നൽകിയത്, അങ്ങനെ ഒരു ക്യാമ്പയിന് നേതൃത്വം നൽകിയത് ഇവിടുത്തെ മതനിരപേക്ഷതയുടെ മൂടുപടമണിഞ്ഞ CPM ആണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, അവരെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ വിവസ്ത്രരാക്കി നിർത്താൻ നമ്മൾക്ക് സാധിക്കണ്ടേ? മുസ്ലിം ലീഗിന് മേൽ നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണത്തെ കുറിച്ച് പൊതുസമൂഹം കേട്ടുകൊണ്ടിരിക്കുകയാണ്. സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ ജമാഅത്തെ ഇസ്ലാമിയുടെ SDPയുടെ ആദർശങ്ങളാണ് അവരെ നയിക്കുന്നത് എന്ന് പറയാൻ കേരളത്തിലെ CPM-ന് മടിയില്ലാതെ പോയി എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഏത് പാർട്ടിയാണിത്? ഏത് സംഘടനയാണിത്? ഇവിടെ എപ്പോഴാണ് CPM-ന് ജമാഅത്തെ ഇസ്ലാമിയും SDPയും
തൊട്ടുകൂടാത്തവരായിട്ടുള്ളത്. പ്രിയമുള്ളവരെ, മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി ഏതൊക്കെ കാലം എവിടെയൊക്കെ മത്സരിച്ചിട്ടുണ്ടോ ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ട എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുൻപിൽ അസന്ധിഗ്ധമായി പ്രഖ്യാപിച്ച പാർട്ടിയാണ്. ഒരുപാട് നഷ്ടങ്ങൾ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്, ഒരുപാട് നഷ്ടങ്ങൾ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ നാട്ടിലല്ലേ, ഈ മണ്ണിലല്ലേ വർഗീയതക്കെതിരെ, മതവർഗീയതക്കെതിരെ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിനുണ്ടായ നഷ്ടമെന്തെന്ന് ലോകം ചോദിച്ചാൽ വേളത്തെ പുത്തലത്തെ ഖബർസ്ഥാനിൽ ഒരു ചെറുപ്പക്കാരൻ അന്തി ഉറങ്ങുന്നില്ലേ? ഞങ്ങളുടെ പ്രിയപ്പെട്ട നസീറുദ്ദീന്റെ ചോര ഒരു മതവർഗീയ രാഷ്ട്രീയ പാർട്ടി ഈ നാടിന്റെ മണ്ണിൽ പൊടിച്ചിട്ടുണ്ടെങ്കിൽ ആ രാഷ്ട്രീയത്തോട്, ഈ നാട്ടിലെ വർഗീയ തീവ്രവാദി പ്രസ്ഥാനങ്ങളോട് ഞങ്ങളുടെ ചങ്കിൽ റൂഹുള്ള കാലത്തോളം സന്ധിയില്ലാത്ത പോരാട്ടത്തിന് ഞങ്ങൾ ഒരുക്കമാണെന്ന് വിളിച്ചു പറഞ്ഞ ഒരു പ്രസ്ഥാനത്തെ വർഗീയതയുടെ ചാപ്പുകുത്താൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ധൈര്യം വരുന്നത്? ഈ നാട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം ഈ നാട്ടിൽ BJP എന്ന് പറയുന്ന സംഘപരിവാര പ്രസ്ഥാനത്തിന് വേണ്ടി ആളെ കൂട്ടുന്ന പണി ഇവിടുത്തെ CPM എടുക്കുമ്പോ അതിനെ പ്രതിരോധിക്കാൻ ഒന്നാം നിരയിൽ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാകും. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മഹത്വം, ഈ സംഘടന ഈ നാട്ടിൽ നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകത നമ്മളോട് പറയുന്നില്ലേ? പ്രിയമുള്ളവരെ, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി എന്തിനു വേണ്ടിയാണ് ഈ രാജ്യത്ത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ചാൽ പോരെ എന്ന് നിരന്തരമായി പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. 2014 ഒന്നാം മോദി സർക്കാരിന്റെ കാലത്താണ് ഈ നാട് മുഴുവൻ, ഈ നാട്ടിലെ മനുഷ്യ മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിവിറങ്ങലിക്കുന്ന തരത്തിൽ ഒരു വാർത്ത പുറത്തു വന്നത്. അങ്ങ് ഉത്തർപ്രദേശിൽ മുഹമ്മദ് അഖ്ലാഖ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നിറക്കി തന്റെ മക്കളുടെ മുമ്പിൽ വെച്ച് ക്രൂരമായി കൊല ചെയ്തത് ഈ നാട്ടിലല്ലേ? ആ മുഹമ്മദ് അഖ്ലാഖിന്റെ വീട്ടിലേക്ക് സംഘപരിവാര ഫാഷിസം ഈ നാട് ഭരിക്കുന്ന സമയത്ത് ഒന്ന് ശബ്ദിക്കാൻ കഴിയാതെ ഈ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വിറങ്ങലിച്ചു നിന്ന കാലത്ത് ആദ്യമായി കടന്നു ചെന്ന രാഷ്ട്രീയത്തിന്റെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് എന്ന് ആർക്കാണ് അറിയാത്തത്? പ്രിയമുള്ളവരെ, നമ്മൾ കണ്ടതല്ലേ ഒരു പെരുന്നാളിന്റെ തലേന്ന് പ്രിയപ്പെട്ട ജുനൈദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ഖുർആൻ മനപ്പാടമാക്കിയ ഒരു ചെറുപ്പക്കാരൻ തന്റെ ഉമ്മയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി. പെരുന്നാൾ എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആഘോഷിക്കാനുള്ളതാണ്, സന്തോഷിക്കാനുള്ളതാണ്. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് പള്ളിയിൽ ചെന്ന്, കൂട്ടുകുടുംബങ്ങളിൽ ചെന്ന് സന്തോഷവും സൗഹാർദ്ദവും പുതുക്കുന്ന ഒരു മഹത്തായ ദിനം. അതിന്റെ തലേന്ന് തന്റെ ഉമ്മയുടെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങി പുതുവസ്ത്രങ്ങൾ എടുക്കുന്നതിന് വേണ്ടി പോയ മുഹമ്മദ് ജുനൈദ് എന്ന ചെറുപ്പക്കാരൻ മടങ്ങി വന്നത്, തന്റെ ഉമ്മയുടെ മടിത്തട്ടിലേക്ക് കടന്നു വന്നത് ചേതനയറ്റ ശരീരമായിട്ടാണ്, മയ്യത്തായിട്ടാണ്. ആ ജുനൈദിന്റെ വീട്ടിൽ പ്രതീക്ഷ നൽകിക്കൊണ്ട്, ജുനൈദിന്റെ കുടുംബത്തിന്റെ പോരാട്ടത്തിന് പിന്തുണ നൽകിക്കൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ചെന്നു. ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. ജുനൈദിന്റെ ഉമ്മ ആ കൊച്ചു വീട്ടിൽ നിന്ന് ആദ്യമായി പുറത്തേക്ക് ഇറങ്ങുകയാണ്, ഒരു യാത്രക്കൊരുങ്ങുകയാണ്. കടന്നുപോയത് ഈ രാജ്യത്തിന്റെ തലസ്ഥാനത്ത്, ഇന്ദ്രപ്രസ്ഥത്തിൽ, ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ അടുത്തേക്കല്ല, ഏതെങ്കിലും ഒരു ഭരണാധികാരിയുടെ അടുത്തേക്കല്ല, മറിച്ച് മലപ്പുറം എന്ന് പറയുന്ന കേരളത്തിലെ ഒരു ജില്ലയിലെ പാണക്കാട് എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലെ കൊടപ്പനക്കൽ തറവാട്ടിന്റെ മുറ്റത്ത് ചെന്ന് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മുമ്പിൽ, അദ്ദേഹത്തിന്റെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നൽകിയിട്ടുള്ള പിന്തുണയ്ക്ക് നന്ദി പറയാൻ ജുനൈദിന്റെ കുടുംബം തയ്യാറായത് നമ്മൾ കണ്ടതല്ലേ? പ്രിയമുള്ളവരെ, ആസിഫ എന്ന് പറയുന്ന ഒരു പിഞ്ചു ബാലികയെ നമ്മൾക്ക് ഓർമ്മയില്ലേ? 7 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മാലാക കുട്ടി ഈ നാട്ടിന്റെ മുഴുവൻ ദുഃഖഭാരവും ഏറ്റുവാങ്ങിക്കൊണ്ട് മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട ആസിഫ കാശ്മീരിൽ ഒരു പരിപാവനമായ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ വെച്ച് സംഘപരിവാര തീവ്രവാദികൾ ഒരു ഗോത്രത്തെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടി, ഒരു വിശ്വാസധാരയെ, ഒരു സമൂഹത്തെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടി ദിവസങ്ങളോളം തടങ്കലിൽ വെച്ച് പീഡിപ്പിച്ച് കൊല ചെയ്തു പോയ ആസിഫ എന്ന് പറയുന്ന ഒരു പിഞ്ചുമോളെ കുറിച്ച് നമ്മൾക്ക് ഓർമ്മയില്ലേ? മാസങ്ങൾക്ക് മുമ്പ് ആസിഫ മോളുടെ വീട്ടിൽ കാശ്മീരിലെ 45 കിലോമീറ്റർ കാശ്മീർ ടൗണിനപ്പുറത്തുള്ള സംബ എന്ന് പറയുന്ന ചെറിയ ഗ്രാമത്തിൽ ഒരു വിവാഹം നടന്നു. ആസിഫയുടെ സഹോദരിയുടെ വിവാഹമാണ്. അവിടേക്ക് ക്ഷണമുണ്ടായിരുന്നത് 100-ൽ ചുരുങ്ങിയ ആളുകൾക്കാണ്, 100-ൽ കുറഞ്ഞ ആളുകൾക്കാണ്. അതിലേക്ക് ഇന്ത്യയിലെ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമേ ക്ഷണമുണ്ടായിരുന്നുള്ളൂ. ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ്.
പ്രിയമുള്ളവരെ, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഈ ലോകമാകെ ഇസ്ലാമോഫോബിയ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പശ്ചിമേഷ്യ മുഴുവൻ ഒരു വലിയ ആശങ്കയുടെ കരിനിഴലിൽ നിന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഫലസ്തീനിലെ കരളുനുറങ്ങുന്ന വാർത്തകൾ നമ്മളെ പിടിച്ചുലച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ ഡിസംബറിന്റെയും ജനുവരിയുടെയും കൊടും തണുപ്പിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുമക്കൾ ഒന്ന് തണുക്കുമ്പോഴേക്ക്, ഒന്ന് തണുപ്പിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴേക്ക് നമ്മൾ എത്രമാത്രം പ്രയാസപ്പെടാറുണ്ട്. ഫലസ്തീനിലെ മണ്ണിൽ 5 പിഞ്ചു മക്കളാണ് തണുത്തു വിറച്ചു മാത്രം മരണപ്പെട്ടത്. എത്ര മക്കളാണ് ആ മണ്ണിൽ കൊല ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ വീട്ടിലെ നമ്മളുടെ പിഞ്ചു സഹോദരിക്ക്, നമ്മുടെ കുഞ്ഞിക്കിടാവിന്റെ കയ്യിൽ ഒരു പോറലേറ്റാൽ ഹൃദയവേദനയോടുകൂടി അതിൽ വിഷമിക്കുന്ന നമ്മൾക്ക് നമ്മുടെ മുൻപിലേക്കാണ് ആയിരക്കണക്കിന് വരുന്ന പിഞ്ചുമക്കൾ കൈയില്ലാതെ, കാലില്ലാതെ, വിരലുകളില്ലാതെ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ മലബാറിൽ മാത്രം, കേരളത്തിൽ മാത്രം ഒതുക്കി നിർത്താവുന്ന ഒരു രാഷ്ട്രീയ പരിസരത്ത് ഒതുക്കി നിർത്താവുന്ന ചില ശ്രമങ്ങൾ ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ഈ രാഷ്ട്രീയ പാർട്ടിയുടെ വലിപ്പത്തെ കുറിച്ച് ചിലർ പരിഹസിച്ചുകൊണ്ടേയിരിക്കുന്ന സമയമാണ്. ഫലസ്തീനിൽ നിരന്തരമായ ആക്രമണങ്ങൾ ഉണ്ടായിരുന്ന ഭൂതകാലം നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അന്നൊക്കെ റാമല്ലയിലെ യാസർ അറഫാത്തിന്റെ വസതിയിലേക്ക് 130 കോടി വരുന്ന ഇന്ത്യയിലെ മനുഷ്യരുടെ പിന്തുണയുമായി ഒരു മനുഷ്യൻ കടന്നു ചെല്ലുമായിരുന്നു. ആ മനുഷ്യൻ ഈ അഹമ്മദ് സാഹിബായിരുന്നു. വിശ്വപൗരനെന്ന് നമ്മൾക്ക് നിസ്സംശയം വിളിക്കാവുന്ന, ഈ രാജ്യത്തിനു വേണ്ടി UN ജനറൽ അസംബ്ലിയിൽ സംസാരിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അനിഷേധ്യനായ പ്രസിഡന്റ് ഈ അഹമ്മദ് സാഹിബ് റാമല്ലയിലെ യാസർ അറഫാത്തിന്റെ വസതിയിൽ ചെന്ന്, നിങ്ങൾ പ്രതിസന്ധികളിൽ കടന്നു പോകുമ്പോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനകളുമായി കോടാനുകോടി വരുന്ന മനുഷ്യർ ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്ത് ഇന്ത്യയിലുണ്ട് എന്ന് പറയാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കരുത്ത് അദ്ദേഹത്തിന് പിന്തുണ നൽകിയിരുന്നുവെങ്കിൽ അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആദർശ രാഷ്ട്രീയമാണ്. പ്രിയമുള്ളവരെ, പുതിയ കാലത്ത് പ്രതിസന്ധികളും വെല്ലുവിളികളും നിറഞ്ഞ ഈ പുതിയ കാലത്ത് ഈ സംഘടനയുടെ പതാക താഴെ വെക്കാൻ നമ്മൾക്ക് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായേക്കാം. ഈ സംഘടനയുടെ കൊടി നമ്മൾക്ക് വലിച്ചെറിയാൻ നിരവധിയായ വ്യക്തിഗത പ്രശ്നങ്ങൾ നമ്മളെ അലട്ടിയേക്കാം. പക്ഷേ നമ്മൾക്ക് മുൻപിൽ ഒരു പാത വെട്ടി തുറന്നു കിടക്കുന്നുണ്ട്. അത് ഈ നാട്ടിലെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ മനുഷ്യന്മാരുടെ പ്രത്യാശയുടെ പാതയാണ്. പ്രിയമുള്ളവരെ, ജുനൈദിന്റെ ഉമ്മക്ക് ഒരു മകനെ തിരിച്ചു നൽകാൻ നമ്മളെ കൊണ്ട് സാധിച്ചു എന്ന് വരില്ല. പ്രിയമുള്ളവരെ, അഖ്ലാഖിന്റെ മക്കൾക്ക് ഒരു വാപ്പയെ നൽകാൻ നമ്മൾക്ക് സാധിച്ചു എന്ന് വരില്ല. പ്രിയമുള്ളവരെ, ആസിഫയുടെ ഉമ്മക്ക് ഇനിയൊരു പിഞ്ചുമകളെ നൽകാൻ നമ്മൾക്ക് സാധിച്ചു എന്ന് വരില്ല. പക്ഷേ ഈ നാട്ടിലെ സംഘപരിവാരത്തിന്റെ വർഗീയ ഫാഷിസ്റ്റ് ശക്തികളുടെ മുമ്പിൽ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ, മുസ്ലിം സമുദായത്തിലെ ഒരാളുടെ പോലും ജീവൻ ബലി നൽകാൻ സാധിക്കില്ല, സാധ്യമല്ല എന്ന് പ്രഖ്യാപിക്കാൻ ഇവിടെ ഒരു സംഘശക്തി ആവശ്യമുണ്ട്. ആ പാർട്ടിയാണ്, ആ രാഷ്ട്രീയമാണ്, ആ രാഷ്ട്രീയ വിശുദ്ധിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. ഈ പ്രസ്ഥാനത്തിന് കീഴിൽ, ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കീഴിൽ, ഈ പച്ചപ്പതാക കീഴിൽ അടിപതരാതെ മുന്നോട്ട് പോവുക. ദൈവം തുണക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് മുസ്ലിം ലീഗ്. ഉജ്ജ്വലമായ പ്രഭാഷണം കൊണ്ട്